പോർച്ചുഗീസ് താരം ലൂയിസ് നാനി പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒറ്റ സുഹൃത്തായ നാനി 38-ാം വയസ്സിലാണ് ഫുട്ബോൾ മതിയാക്കുന്നതായി ഔദ്യോഗികമായി അറിയിച്ചത്. 2 പതിറ്റാണ്ടോളം നീണ്ട ഇതിഹാസ കരിയറിനാണ് ഇതോടെ തിരശ്ശീല വീഴുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിങ്ങറായിരുന്ന നാനി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വൈകാരികമായ കുറിപ്പിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. വിട പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന നിലയിലുള്ള കരിയർ അവസാനിപ്പിക്കുകയാണ്. അത്ഭുതകരമായ യാത്രയായിരുന്നു ഇത്. 20 വർഷത്തിലേറെ നീണ്ടുനിന്ന കരിയറിനിടെ ഉയർച്ചയിലും താഴ്ചയിലും എന്നെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത ഓരോ വ്യക്തിയോടും നന്ദി പറയുന്നു. ഈ വർഷങ്ങൾ എനിക്ക് മറക്കാനാവാത്ത നിരവധി ഓർമ്മകൾ സമ്മാനിച്ചു. പുതിയ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും തിരിയേണ്ട സമയമാണിത്. ഉടൻ കാണാമെന്നും നാനി വിരമിക്കൽ സന്ദേശത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര കരിയറിന്റെ പ്രതീകമായി 5 ഭാഷകളിൽ നന്ദി പറഞ്ഞാണ് നാനി കുറിപ്പ് അവസാനിപ്പിച്ചത്. രാജ്യത്തിനും ക്ലബ്ബുകൾക്കുമായി 700 മത്സരങ്ങളിലാണ് നാനി ബൂട്ടണിഞ്ഞിട്ടുള്ളത്. പോർച്ചുഗലിനായി 112 മത്സരങ്ങൾ കളിക്കുകയും 24 ഗോളുകൾ നേടുകയും ചെയ്തു. 2016 യൂറോ കപ്പ് നേടിയ പോർച്ചുഗൽ ടീമിലെ താരമായിരുന്നു. 2007 യുണൈറ്റഡിലെത്തിയ നാനി ക്ലബിന്റെ നിർണായക താരമായി മാറി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ അരങ്ങേറ്റ സീസണിൽ തന്നെ ചാമ്പ്യൻസ് ലീഗ് നേടാൻ നാനിക്ക് കഴിഞ്ഞു. തുടർന്ന് 4 പ്രീമിയർ ലീഗ് കിരീടങ്ങളും 2 ലീഗ് കപ്പുകളും നാനി യുണൈറ്റഡ് കുപ്പായത്തിൽ സ്വന്തമാക്കി. 2014 നാനി ഓൾഡ് ട്രാഫോർഡ് വിട്ടത്. പിന്നാലെ 6 രാജ്യങ്ങളിലായി 8 വ്യത്യസ്ത ക്ലബ്ബുകൾക്കായി കളിച്ചു. തുർക്കിയിലെ ഫെനർബാഷെ, സ്പെയിനിലെ വലൻസിയ, ഇറ്റലിയിലെ ലാസിയോ, അമേരിക്കയിലെ ഒർലാൻഡോ സിറ്റി, ഇറ്റലിയിലെ വെനീസിയ, ഓസ്ട്രേലിയയിലെ മെൽബൺ വിക്ടറി തുടങ്ങിയ ടീമുകൾക്കായി അദ്ദേഹം കളിച്ചു. കഴിഞ്ഞ മാസം സ്പോർട്ടിങ്ങിനെതിരെ തന്റെ ജന്മനാട്ടിലെ ക്ലബ്ബായ എസ്ട്രല്ല ബണ്ടാറയ്ക്കായി കളിച്ചതാണ് നാനിയുടെ അവസാന മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.